ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ എട്ടാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വോട്ടിംഗ് തുടങ്ങി ഒന്നാം സ്ഥാനത്ത് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര വോട്ട് നേടിക്കൊണ്ട് അനീഷ് തന്നെയാണ് നിൽക്കുന്നത്. അനീഷിൻ്റെ ആ ഒരു ഒന്നാം സ്ഥാനം പിടിച്ചു വാങ്ങാനായിട്ട് മറ്റൊരു കണ്ടസ്റ്റന്റിനും ഇതുവരെയും വോട്ടിംഗ് തുടങ്ങി ഈ ഒരു സമയം വരെയും സാധിച്ചിട്ടില്ല. അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി നിൽക്കുന്നത് ഷാനവാസാണ്. ഷാനവാസിനും അത്യാവശ്യത്തിലധികം വോട്ടുകൾ നേടാനായിട്ട് ഈ കഴിഞ്ഞ സമയങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വേദലക്ഷ്മിയാണ്. ബി ഹോട്ടൽ ടാസ്കിന് ശേഷം വേദലക്ഷ്മിക്ക് കിട്ടിയ സപ്പോർട്ട് ഇതുവരെയും വേദലക്ഷ്മി ഇല്ലാതാക്കിയിട്ടില്ല. വമ്പൻ വോട്ടിംഗ് തന്നെയാണ് വേദലക്ഷ്മിക്കും നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നാലാം സ്ഥാനത്തും ഒരുപാടധികം വോട്ടുകൾ നേടിക്കൊണ്ട് അക്ബർ ഖാനാണ് നിൽക്കുന്നത്. അക്ബറിനും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഒരുപാടധികം വോട്ടും കാര്യങ്ങളൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് ആദിലയാണ്. ആദിലക്ക് നൂറയുടെ വ്യക്തമായ ഒരു സപ്പോർട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദിലക്കും അത്യാവശ്യത്തിന് വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിസയിലാണ്. പുള്ളിക്കാരത്തിക്കും ഒരുപാടധികം വോട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് ഷെഷിൻ മോഹനാണ്. ആൾക്കും കുറച്ചധികം വോട്ടുകളൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് ബിന്നി സെബാസ്റ്റ്യനാണ്. ബിന്നിക്ക് ആദ്യമൊക്കെ വോട്ടൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കര ശോകമാണ്. അടുത്തതായിട്ട് ഒൻപതാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് ആര്യൻ കത്തോരിയാണ്. ആര്യൻ ഈ ഒരാഴ്ച പുറത്തു പോകാൻ ചെറിയൊരു സാധ്യതയുള്ളൊരു മത്സരാർത്ഥി കൂടിയാണ്. അടുത്തതായിട്ട് പത്താം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് സാബുമാൻ ആണ്. സാബുമാൻ ആദ്യമൊക്കെ വോട്ടൊക്കെ കയറിയിരുന്നു, പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് ഭയങ്കരമായിട്ട് വോട്ടിംഗ് ഒക്കെ ശോകമാവുന്നുണ്ട്. സാബുമാനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യുക. അടുത്തതായിട്ട് 11ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിലാഷാണ്. ഈ ഒരാഴ്ച പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് അഭിലാഷ്. അഭിലാഷിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് എട്ടാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം ഈ ഒരാഴ്ച പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള 3 കണ്ടസ്റ്റൻസ് ആണ് ആര്യൻ കത്തോരിയ, സാബുമാൻ, അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷും. അതുപോലെ തന്നെ ഈ ഒരു വോട്ടിങ്ങിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി ഭയങ്കരമായിട്ടുള്ള വോട്ടിംഗ് കാഴ്ചവെക്കുന്ന 2 കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ അനീഷും ഷാനവാസും. അതുപോലെ തന്നെ വേദലക്ഷ്മിയും ഈ ഒരു വോട്ടിങ്ങിൽ അപാരമായിട്ടൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് അവർക്ക് വോട്ട് രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു വോട്ടിംഗ് അപ്ഡേറ്റിനും ലൈവ് അപ്ഡേറ്റിനും ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്